ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു തമിഴ് സീരീസ്, അതാണ് ഹാർട്ട് ബീറ്റ്. ഭയങ്കര ഫാൻ ബേസ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു സീരീസിനും ഇത്ര ഫാൻ ബേസ് ഉണ്ടാവില്ല. ഈ ഹാർട്ട് ബീറ്റ് സീരീസ് കണ്ടവർക്കറിയാം എജാത് കിടു സാധനമാണെന്ന്. ഏതെങ്കിലും ഒരു ദിവസം രാത്രി 12 മണിക്ക് ഇതിന്റെ എപ്പിസോഡ് ഇറങ്ങാൻ വൈകിയ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പേജിന്റെ താഴെ പോയി തെറി വിളിയായിരിക്കും. അത്രയും ഫാൻസ് ഉള്ള ഒരു സീരീസാണ് ഹാർട്ട് ബീറ്റ്. ആ ഹാർട്ട് ബീറ്റിന്റെ സീസൺ 2 കഴിഞ്ഞപ്പോ എല്ലാവരും ഭയങ്കര സെഡ് ആയിരുന്നു. പേഴ്സണലി ഞാനും ഭയങ്കര സാഡ് ആയിരുന്നു. അതിൽ നമ്മൾ അഡിക്റ്റഡ് ആവും. ആ ഹോസ്പിറ്റല് നമ്മുടെയാണ് തോന്നുന്നു, നമ്മൾ അതിന്റെ ഒരു പാർട്ടാണ് തോന്നുന്നു. ആൻഡ് ഇപ്പോ ജിയോ ഹോട്ട്സ്റ്റാർ അടുത്തൊരു ഫീൽ ഗുഡ് സീരീസും കൊണ്ട് വന്നിട്ടുണ്ട്, റിസോർട്ട്. കിഡു സാധനം പറഞ്ഞ ഹാർട്ട് ബീറ്റ് കണ്ടതിന് ശേഷം കുറെ സീരീസ് ഇവർ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. 4 എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ. വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹാർട്ട് ബീറ്റ് സീരീസിൽ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇതിലൊരു റിസോർട്ടാണ്. ഒരു റിസോർട്ടിൽ നടക്കുന്ന പരിപാടി, പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞു പോണ അടിപൊളി ഒരു സീരീസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നി. ഇതേ ഒരു വൈബ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫാൻ ബേസ് ഉണ്ടാക്കാൻ പോകുന്ന സീരീസ് ആണ് റിസോർട്ട്. സോ ഈ ഹാർട്ട് ബീറ്റില് നമ്മുടെ അനുമോള് രതി പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീരീസിന്റെ ബാക്ക് ബോൺ ആ ഒരു ക്യാരക്ടറാണ്. എന്നാൽ ഇതിൽ അങ്ങനെയുണ്ട്. നമ്മുടെ തലൈവാസൽ വിജയുടെ മാരൻ, നെടുമാരൻ ചീഫ് ഷെഫാണ്. അങ്ങേർക്ക് കിട്ടിയ ക്യാരക്ടറും അങ്ങേര് പെർഫോമൻസ് പെട്ടായിരുന്നു. കിട്ടു പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായി. സോ റീസെന്റ് ആയിട്ട് ഇങ്ങേരുടെ പടങ്ങളും അതേപോലത്തെ സീരീസ് ഒക്കെ കണ്ടപ്പം ഇങ്ങേര് എന്തോന്ന് എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആപ്റ്റ് സാധനം.